ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഫോക്കസ് ഏരിയ ഓൺലൈൻ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് എന്ന യൂണിറ്റിലെ ഫോക്കസ് ഏരിയയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഈ യൂണിറ്റിലെ ഫോക്കസ് ഏരിയ ഉൾക്കൊള്ളുന്ന ടോപ്പിക്കുകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട 7 ബേസിക് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളാണ് സെക്കൻഡ് യൂണിറ്റിലെ ഫോക്കസ് ഏരിയയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇവയിലെ ചില അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാം. വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇസ് ടു പ്രൊവൈഡ് റിക്വയർഡ് അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ ടു ദി ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? തൽപരരായിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ വിവരങ്ങൾ ലഭ്യമാക്കുക. അവർക്ക് ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അവർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഫോർ ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉപയോഗപ്പെടുത്തുന്നത്. ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും താരതമ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ താരതമ്യം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും അക്കൗണ്ടിങ് റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെൻറ്റുകളും തയ്യാറാക്കിയത് ഒരേ മാർഗനിർദ്ദേശങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ 2 ബിസിനസ് സ്ഥാപനങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരേ മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്നുകൊണ്ട് ബിസിനസ് ഇടപാടുകൾ രേഖപ്പെടുത്തുകയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ദീർഘകാലങ്ങളായിട്ടുള്ള അക്കൗണ്ടന്റുമാരുടെ പ്രാക്ടീസിലൂടെയും അവരുടെ ചില സങ്കല്പങ്ങളുടെ അടിസ്ഥാനമാക്കിയും ചില അക്കൗണ്ടിങ് തത്വങ്ങൾ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ യൂണിറ്റിൽ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. എന്താണ് generally accepted accounting principle? Generally accepted accounting principle are a collection of generally followed rules and guidelines to ensure uniformity and consistency in the preparation and presentation of financial statement. Financial statement തയ്യാറാക്കുന്നതിനും പ്രസന്റ് ചെയ്യുമ്പോഴും അതിൻ്റെ സമാനതയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചില നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും പിന്തുടരാറുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങളുടെയും നിയമങ്ങളുടെയും ഒരു കളക്ഷനെയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് ഫോളോഡ് വൈൽ പ്രിപ്പയറിംഗ് ആൻഡ് റെക്കോർഡിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയും സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയും ഫോളോ ചെയ്യുന്ന ചില പൊതുവായ നിയമങ്ങളെയും മാർഗനിർദ്ദേശങ്ങളെയുമാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് നമ്മൾക്കറിയാം, ഒരു ട്രാഫിക് റൂൾസ് ഉണ്ട്. എന്തിനാണ് ആ ട്രാഫിക് റൂൾസ്? ആ ട്രാഫിക് റൂൾസ് കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആക്സിഡൻറ്റ് പരമാവധി ഒഴിവാക്കാൻ കഴിയും. അതേപോലെ അക്കൗണ്ടിങ്ങിനും ചില റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണ്? പ്രൊഫഷണൽ അക്കൗണ്ടന്റുമാരാണ്. അവരുടെ ദീർഘകാല പരിചയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവർ ഇതുവരെ പിന്തുടർന്നു പോകുന്ന ചില കസ്റ്റംസ്, ചില ആചാരങ്ങളുണ്ടാവും, ചില അസംഷൻസ് ഉണ്ടാവും. അപ്പോൾ അവയെ അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ദിസ്
generally accepted accounting principles are also referred to as accounting concepts and accounting conventions. ഈ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്നും അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്നും പറയാറുണ്ട്. പല ആളുകളും പല രീതിയിലാണ് ഇതിനെ ഉപയോഗിക്കാറുള്ളത്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇതെല്ലാം എന്ത് തന്നെയാണ്? അവയെല്ലാം ഒന്ന് തന്നെയാണ്. ദാറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇനി നമുക്ക് എന്താണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ദ അസംഷൻസ് അപ്പോൺ വിച്ച് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ്. അക്കൗണ്ടിങ്ങിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ചില സങ്കല്പങ്ങളെയാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താൻ നമ്മൾ ചില സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ആ സങ്കല്പങ്ങളെയാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സങ്കല്പങ്ങളെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ദീർഘകാലമായിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസിലൂടെയും അവരുടെ അക്കൗണ്ടിങ് ചില കസ്റ്റംസ് ആൻഡ് ട്രഡീഷനിലൂടെയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആർ generally followed accepted accounting practices, like generally accepted accounting practices, customs and traditions followed by accountant as a guide in the preparation of accounting statement. Accounting statementകൾ തയ്യാറാക്കാൻ അക്കൗണ്ടന്റുമാർ മാർഗനിർദ്ദേശകമായി ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് പ്രാക്ടീസുകളെയും കസ്റ്റംസിനെയും ട്രഡീഷനെയുമാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടന്റുമാരുടെ ദീർഘകാലമായിട്ടുള്ള പ്രാക്ടീസിലൂടെയും അതുവരെ പിന്തുടരുന്ന ചില കസ്റ്റംസ് ട്രഡീഷൻ്റെയും അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചില സങ്കല്പങ്ങളാണ്, അല്ലെങ്കിൽ ചില ആശയങ്ങളാണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ്? ദീസ് ആർ generally accepted accounting practices, customs and traditions followed by accountants as a guide in the preparation of accounting statement. The next, there are several important basic accounting concepts. വ്യത്യസ്തമായ 13 ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഏതെല്ലാമാണ്? ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട്, റവന്യൂ റെക്കഗ്നിഷൻ, മാച്ചിങ്, ഫുൾ ഡിസ്ക്ലോഷർ, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം, മെറ്റീരിയലിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ഒബ്ജക്റ്റിവിറ്റി. ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാനും നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ പ്രധാനമായും ഈ 13 എണ്ണമാണുള്ളത്. ഇവയിൽ നിന്നും പ്രധാനപ്പെട്ട 7 കൺസെപ്റ്റുകളാണ് നമ്മളുടെ ഫോക്കസ് ഏരിയയിലുള്ളത്. അവയിലെ 3 കൺസെപ്റ്റുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് വൺ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ആസ് പെർ ദി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ബിസിനസ് ആൻഡ് ഓണേഴ്സ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ്ലി. ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെയും അതിൻ്റെ ഉടമസ്ഥനെയും 2 വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ബിസിനസ്സിന് അതിൻ്റെ ഉടമസ്ഥരിൽ നിന്ന് വേറിട്ടൊരു വ്യക്തിത്വമുണ്ട്, അല്ലെങ്കിൽ അസ്തിത്വമുണ്ട്. അക്കോർഡിംഗ് ടു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് 2 സെപ്പറേറ്റ് എൻറ്റിറ്റി. ഈ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെയും അതിൻ്റെ ഓണറെയും 2 വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ കൺസെപ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ഒരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ് ഇടപാടുകളും ഉണ്ടാവും, അയാളുടെ പേഴ്സണൽ ഇടപാടുകളും ഉണ്ടാവില്ല. അയാളുടെ വ്യക്തിപരമായ ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് ഉണ്ടാവും, ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ
ഒരു ഫ്രം ദി അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ, ഒരു അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ആസ് പെർ ദി ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ദി ട്രാൻസാക്ഷൻ ഓഫ് ദി പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഓഫ് ഓണേഴ്സ് ആർ നോട്ട് മിക്സഡ് അപ്പ് വിത്ത് ദി ബിസിനസ് ട്രാൻസാക്ഷൻ. ഒരു ഉടമസ്ഥന്റെ വ്യക്തിപരമായ ഇടപാടുകൾ ബിസിനസിന്റെ ഇടപാടുകളുമായിട്ട് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടിക്കുഴക്കാൻ പാടില്ല. അങ്ങനെ കൂട്ടിക്കുഴക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ്മാന്റെ വ്യക്തിപരമായ ഇടപാടുകൾ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തിയാൽ ബിസിനസിന്റെ യഥാർത്ഥ ലാഭവും ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ ലാഭവും നഷ്ടവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ബിസിനസിന്റെ അക്കൗണ്ടുകൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രധാന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ദി ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് ആസ് ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. അക്കോർഡിംഗ് ടു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, capital is treated as the liability of the business to the owner. ഈ കൺസെപ്റ്റ് പ്രകാരം ഓണർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെ, അല്ലെ, ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ക്യാപിറ്റലിനെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഉടമസ്ഥനോടുള്ള ലയബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? ബിസിനസ്സും ഉടമസ്ഥനും രണ്ടാണ്, സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, പ്രത്യേക വ്യക്തിത്വമുണ്ട്. അപ്പൊ രണ്ടും ഒന്നായിരുന്നു എങ്കിൽ, ഒരു അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ബിസിനസ്സും ഉടമസ്ഥനും ഒന്നായിട്ടല്ല ഇടപാടുകൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഇടപാടുകൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ബിസിനസിന്റെ യഥാർത്ഥ ലാഭവും നഷ്ടവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ കണ്ടെത്താൻ കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബിസിനസ്സിനെയും അതിൻ്റെ ഉടമസ്ഥനെയും രണ്ട് വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളായി പരിഗണിച്ചുകൊണ്ട് ഇടപാടുകൾ രേഖപ്പെടുത്തണം. ഇനി നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? വിഡ്രോവൽ ഓഫ് ക്യാഷ് ഓർ അസറ്റ് ഫ്രം ദി ബിസിനസ് ഫോർ ദി പേഴ്സണൽ യൂസ്. ഒരു ബിസിനസ്മാൻ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഡ്രോയിങ്സ് ഒരു ബിസിനസ്മാൻ അയാളുടെ ബിസിനസ്സിൽ നിന്ന് പണം എടുക്കുകയാണ്, അല്ലേ? പക്ഷെ അത് സ്വകാര്യ ആവശ്യത്തിനാണ്. ആയതുകൊണ്ട് നമ്മളതെന്താണ്, അത് ബിസിനസ്സിൻ്റെ ഒരു എക്സ്പെൻസ് ആയിട്ടല്ല കണക്കാക്കുന്നത്, പകരം എന്താണ്, ഡ്രോയിങ്സ് ആയിട്ട് കണക്കാക്കുന്നു. എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റലിന് അത്രയും കുറവ് വരുത്തുന്നു. അപ്പോൾ അത് ഏത് കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിൻ്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് രേഖപ്പെടുത്തുന്നതിനോട് കൂടെ ഒരിക്കലും ഓണറുടെ അസറ്റും ലയബിലിറ്റീസും രേഖപ്പെടുത്തുന്നില്ല. ഒരു ഓണറുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ഒരിക്കലും തന്നെ ബിസിനസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തുന്നില്ല. അത് രേഖപ്പെടുത്തുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? ബിസിനസ്സിൽ നിന്ന് അയാളുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻ തന്നെയാണ്, പക്ഷേ അതുമൂലം ബിസിനസ്സിൽ നിന്ന് പണം ഇൻഫ്ലോ ഓർ ഔട്ട്ഫ്ലോ ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയോ പോവുകയോ ചെയ്യുമ്പോഴല്ലാതെ മറ്റൊരു പേഴ്സണൽ ട്രാൻസാക്ഷൻസും ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഈ കൺസെപ്റ്റ് പ്രകാരം രേഖപ്പെടുത്താറില്ല. അപ്പോൾ എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പ്രധാനമായും ഒരു 3 പോയിന്റുകൾ മനസ്സിലാക്കുക. ഒന്ന്, ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ്, business and its owners are to be treated as two separate entity. As per this concept, capital is treated as liability of the business to the owner. Then next concept, money measurement concept. According to money measurement concept, only those transactions which can be expressed in terms of money are recorded in the ബുക്സ് ഓഫ് അക്കൗണ്ട്. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഏത് തരം ഇടപാടുകൾ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ? വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന, പണത്തിൽ അളക്കാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമേ ബിസിനസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തുകയുള്ളൂ എന്ന് മെൻഷൻ ചെയ്യുന്ന കൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്.
അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ഓർ ഈവൻസ്, ബിസിനസ്സിൻ്റെ ഇടപാടുകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ, അത് ആ സംഭവങ്ങളെല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട് രേഖപ്പെടുത്തുമോ? ഇല്ല. അവയിൽ ഏത് മാത്രമേ രേഖപ്പെടുത്തുള്ളൂ? വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. പണത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്നത് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്താവൂ എന്ന് പ്രസ്താവിക്കുന്നതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. എന്നാൽ പണത്തിൽ രേഖപ്പെടുത്താത്ത ചില ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഉദാഹരണമായി അപ്പോയിൻമെന്റ് ഓഫ് എ മാനേജർ. ഒരു മാനേജറെ നമ്മൾ നിയമിക്കുകയാണ്, അതൊരു ബിസിനസ്സിലെ ഒരു ഇടപാടാണ് അല്ലേ? അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ മാനേജർ, ഒരു മാനേജറുടെ കാര്യക്ഷമത. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണത്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് അവരുടെ മാനേജറുടെ കാര്യക്ഷമതയെ അടിസ്ഥാനമാക്കിയായിരിക്കും. അപ്പോൾ സ്ട്രൈക്ക്, ഒരു തൊഴിലാളികളുടെ സമരം, അത് ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട സംഭവമാണ്. പക്ഷെ ഇവയ്ക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത എന്താണ്? വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇവയൊന്നും നമുക്ക് പണത്തിൽ മെഷർ ചെയ്യാൻ കഴിയോ? പണത്തിൽ അളക്കാൻ കഴിയോ? ഇല്ല. ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ എവിടെ രേഖപ്പെടുത്തില്ല? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. ദി ട്രാൻസാക്ഷൻസ് ഓർ ഈവൻസ് വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. പണത്തിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത, പണത്തിൽ അളക്കാൻ കഴിയാത്ത ഇടപാടുകളോ സംഭവങ്ങളോ, ഉദാഹരണമായി എഫിഷ്യൻസി ഓഫ് മാനേജർ, അപ്പോയിൻമെന്റ് ഓഫ് മാനേജർ, സ്ട്രൈക്ക് ഓഫ് എംപ്ലോയീസ് എക്സെട്ര ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ പണത്തിൽ അളക്കാൻ കഴിയാത്ത ഇത്തരം സംഭവങ്ങളൊന്നും തന്നെ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നമ്മൾക്ക് പല രീതിയിൽ മെഷർമെന്റ് സാധ്യമാണ്. ചില കാര്യങ്ങൾ പല രീതിയിൽ നമുക്ക് അളക്കാൻ കഴിയും. ഉദാഹരണമായി നമ്മൾ സിമെന്റിന് ഇത്ര ചാക്ക് അല്ലേ, സിമെന്റ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു പേനയാണെങ്കിൽ ഇത്ര എണ്ണം എന്ന് പറയാറുണ്ട്. അതേസമയം ഒരു കോക്കനട്ട് ഓയിലാണെങ്കിലോ നമ്മൾ ഇത്ര ലിറ്റർ എന്ന് പറയും അല്ലേ. ഇപ്പോൾ ഇപ്പം ഷുഗർ ആണെങ്കിൽ ഇത്ര കിലോഗ്രാം എന്ന് പറയും. ഇതെല്ലാം വിവിധ മെഷർമെന്റുകളാണ്. അപ്പോൾ നമ്പേഴ്സിൽ, എണ്ണത്തിൽ നമുക്ക് മെഷർ ചെയ്യാം, കിലോഗ്രാമിൽ മെഷർ ചെയ്യാം. ഇപ്പോൾ ചില ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മീറ്ററിൽ മെഷർ ചെയ്യാം അല്ലേ, ലിറ്ററിൽ മെഷർ ചെയ്യാം. അപ്പോൾ വിവിധ മെഷർമെന്റ് ആണ്. പക്ഷേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇവ ഒരു സമാന രൂപത്തിൽ യൂണിഫോമിറ്റിയോടുകൂടി രേഖപ്പെടുത്തണമെങ്കിൽ അവ ആ രീതിയിൽ രേഖപ്പെടുത്താൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇവയെല്ലാം രേഖപ്പെടുത്തുന്നത് മണി വാല്യൂവിലാണ്, ഒരിക്കലും അതിൻ്റെ മറ്റു മെഷർമെന്റുകളിലല്ല. അപ്പോൾ എല്ലാം എന്താണ്? നമുക്ക് രൂപയിലാണ് രേഖപ്പെടുത്തുന്നത്. അല്ലാതെ ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹10,000, 10,000 രൂപക്ക് ഉൽപ്പന്നം വാങ്ങി, അവിടെ ഉൽപ്പന്നം 10,000 രൂപക്ക് എന്നുള്ളതാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ വാങ്ങിയത്, ഇപ്പോൾ ഉദാഹരണമായി 10 ലിറ്റർ കോക്കനട്ട് ഓയിലാണ് വാങ്ങിയതെന്ന് വിചാരിക്കുക. അവിടെ 10 ലിറ്റർ എന്നല്ല രേഖപ്പെടുത്തുന്നത്, അതിൻ്റെ എമൗണ്ട് ആണ് രേഖപ്പെടുത്തുന്നത് എന്ന മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ഫസ്റ്റ് സെന്റൻസ് തന്നെ ധാരാളമാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ. അക്കോർഡിംഗ് ടു മണി മെഷർമെന്റ് കൺസെപ്റ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി ഫേം. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ പണത്തിൽ അളക്കാൻ കഴിയുന്ന, പണത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. പണത്തിൽ രേഖപ്പെടുത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ പണത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്ത ഇടപാടുകൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തില്ല. ദെൻ തേർഡ് വൺ, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഞാൻ മുമ്പ് ഓർമ്മപ്പെടുത്തി, ഈ ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അത് ദീർഘകാല പരിചയങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത ചില ട്രഡീഷൻസ്, ആചാരങ്ങളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവ പലപ്പോഴും ചില അസംഷൻസ്, ചില സങ്കല്പങ്ങളാണ്. അത്തരത്തിലൊരു പ്രധാനപ്പെട്ട സങ്കല്പമാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിലൂടെ നമ്മളുടെ പ്രധാന സങ്കല്പം എന്താണ്? ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് പീരീഡ്. ബിസിനസ് സ്ഥാപനം ദീർഘകാലം നിലനിൽക്കും എന്ന ആ സങ്കല്പത്തെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, the business firm will last for a long period or indefinite period.
ഒരു അനിശ്ചിതമായ കാലത്തോളം ബിസിനസ് സ്ഥാപനം നിലനിൽക്കും എന്ന സങ്കല്പത്തെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബിസിനസ് സ്ഥാപനം ദീർഘകാലം നിലനിൽക്കും. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഇന്റൻഷൻ ടു ലിക്വിഡേറ്റ് ദി ബിസിനസ് ഇൻ നിയർ ഫ്യൂച്ചർ. അതായത് സമീപ ഭാവിയിലൊന്നും ബിസിനസ് സ്ഥാപനം അടച്ചുപൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു അസംഷനാണ്, ഒരു സങ്കല്പമാണ്. അപ്പം ഈ സങ്കല്പത്തിലാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അസംഷൻ അല്ലെങ്കിൽ കൺസെപ്റ്റാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്? ദ ബിസിനസ് firm will last for a long period. There is no intention to liquidate the business in near future. ബിസിനസ് സ്ഥാപനം ദീർഘകാലം നിലനിൽക്കുമെന്നും സമീപഭാവിയിലൊന്നും തന്നെ അത് അടച്ചുപൂട്ടാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമുള്ള ആ സങ്കല്പത്തെയാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ, ഈ കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ അസറ്റിനെ കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ അസറ്റുകളെ, നമുക്കറിയാം അസറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. ഇങ്ങനെ ഫിക്സഡ് അസറ്റ് കറണ്ട് അസറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇത് ദീർഘകാലം നിലനിൽക്കുമെന്നുള്ള ആ സങ്കല്പമുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നതിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു വർഷത്തിൽ കൂടുതൽ നിലനിൽക്കുമെന്നുള്ള സങ്കല്പം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ കറണ്ട് അസറ്റ് ഫിക്സഡ് അസറ്റ് എന്ന് ക്ലാസിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ലയബിലിറ്റീസിനെ, അല്ലേ, ബാധ്യതകളെയും നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്നും നോൺ കറണ്ട് ലയബിലിറ്റി എന്നും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതും ഈ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനമാക്കിയാണ്. അതേപോലെ നമ്മൾ ഫിക്സഡ് അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറുണ്ട്. നിങ്ങൾ ഡിപ്രീസിയേഷൻ എന്ന ചാപ്റ്റർ കുറേ കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതും ഈ കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും 3 ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഓരോ കൺസെപ്റ്റുകളെക്കുറിച്ചും ഒരു മാക്സിമം നിങ്ങൾ ഒരു 3 സെൻറ്റൻസുകളെങ്കിലും അവയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് വൺ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ദ ബിസിനസ് ആൻഡ് ഈസ് ഓണേഴ്സ് ആർ ടു ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. ഒരു ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം ബിസിനസ്സിനെയും അതിൻ്റെ ഓണറെയും 2 വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളായിട്ട് കണക്കാക്കുന്നു. സെക്കൻഡ് കൺസെപ്റ്റ് ഏതായിരുന്നു? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, അല്ലേ? അക്കോർഡിംഗ് ടു മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി ക്യാൻ ബി റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം പണത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ബിസിനസ് ഇടപാടുകൾ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുകയുള്ളൂ. തേർഡ് കൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അക്കോർഡിംഗ് to the going concern concept, the business will last for a long period, or the business firm will have an indefinite life. ഒരു ബിസിനസ്സിന് അനിശ്ചിതമായ ദീർഘകാലമുള്ള ലൈഫ് ഉണ്ട് എന്നുള്ള ആ സങ്കല്പമാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അപ്പോൾ ഈ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം? ഒന്ന്, നമ്മളോട് വാട്ട് ഈസ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. മറ്റൊന്ന്, എന്താണ് ബേസിക് അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നുള്ള ചോദ്യം ഉണ്ടാവാം. നിങ്ങളോട് GAAP ഗ്യാപ്പ് അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറയാം, അല്ലേ? GAAP അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ മെൻഷൻ എനി 2 or 3 അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ വരാം. നിങ്ങളോട് ഏതെങ്കിലും 2 or 3 അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറയാം. മറ്റൊരു രീതിയിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്, താഴെ പറയുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റുകളെ എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ നൽകി ബിസിനസ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ, മണി മെഷർമെൻറ്റ് ആ രീതിയിൽ ചോദ്യമുണ്ടാവാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
ഇതുപോലെ ഇപ്പോൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന എന്താണ്? ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി അല്ലെ, ബിസിനസ്സിന് പ്രത്യേകമായ വ്യക്തിത്വമുണ്ട്. ദെൻ അല്ലെങ്കിൽ എന്താണ്? ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി. അത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില പോയിന്റ്സുകളാണ്. ഈ മണി മെഷർമെന്റ് കൺസെപ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ് അല്ലെ, മോണിറ്ററി ട്രാൻസാക്ഷൻ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൽ അളക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ രേഖപ്പെടുത്താവൂ. അതാണ് അതുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട പോയിന്റാണ് ബിസിനസ് ഹാസ് ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസ്സിന് ദീർഘകാലമായ ലൈഫുണ്ട് അല്ലേ, ഇൻഡെഫിനിറ്റ് ലൈഫുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അല്ലെങ്കിൽ ചില എക്സാമ്പിൾ തന്നുകൊണ്ട്, ചില സ്റ്റേറ്റ്മെൻറ്റ് തന്നുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് കൺസെപ്റ്റുമായി റിലേറ്റ് ചെയ്തതാണ് എന്ന് ചോദിക്കാം. ഇപ്പോൾ ഉദാഹരണമായി ബിസിനസ് ഹാസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്, ഐഡൻറ്റിഫൈ ദി ബിസിനസ് കൺസെപ്റ്റ്. ബിസിനസ്സിന് ഉടമസ്ഥനിൽ വ്യത്യസ്തമായ നിലനിൽപ്പുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകുന്നു. ഐഡൻറ്റിഫൈ ദി ബിസിനസ് കൺസെപ്റ്റ് റെഫേർഡ് ടു ദി അബവ്, മുകളിലുള്ള ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ഏതാണ്, ആ രീതിയിലുള്ള ചോദ്യം ഉണ്ടാകും. അപ്പോൾ ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു.